തിരുവചനം തിരുമധുര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ തരുന്ന ശുശ്രൂഷയാൽ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സ്നേഹസ്വരസ്തുതാം നാഥ, എൻ്റെ മഹാകരുണയിലും കൃപയിലും കർത്താവ് ഒരു പ്രാവശ്യം കൂടെ തൻ്റെ ജനത്തെ നയിക്കുവാൻ അങ്ങ് തരുന്ന സാവകാശത്തിനായ നന്ദിയോട് സ്തോത്രം കർത്താവേ. ഈ നാളുകൾ അത്രയും കർത്താവേ, ഞങ്ങളുടെ കൃപകളുടെ നിറവിൽ കർത്താവേ, ഈ ശുശ്രൂഷയിൽ ഇത്രത്തോളം നീ ഞങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്തവൻ കൃപകൾക്കായ സ്തോത്രം കർത്താവേ. അടിനെ അങ്ങയുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, എൻ്റെ ശബ്ദത്തിൻ്റെ എല്ലാ പ്രതിസന്ധികൾ മാറ്റി, കണ്ടത്തിൻ്റെ പ്രയാസങ്ങൾ മാറ്റി കർത്താവേ, ഏറ്റവും അനുഗ്രഹപൂർണ്ണമായ കർത്താവേ, ഇന്നത്തെ കർത്താവെ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യാൻ അവിടെ നിലയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൃപയും സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും കർത്താവെ. എൻ്റെ മഹത്വത്തിനൊത്തോണം തൻ്റെ ജനത്തെ നയിക്കുവാൻ അവിടെ നിലയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ജനമങ്ങേടാണ്, അടിയനങ്ങയുടെ വചനം അങ്ങേടാണ്. വചനമാഴമായി തൻ്റെ ജനത്തെ സ്പർശിക്കത്തക്കണം കർത്താവ്. ഏറ്റവും ലളിതമായി ഈ വചനം തൻ്റെ ജനത്തിൽ എത്തിക്കുവാൻ അവിടുന്ന് അങ്ങ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയും സാന്നിധ്യം ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവോ കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ ഒരു പെന്തിക്കോസ് പെരുന്നാളിലേക്ക് നാം ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിത കാലയളവിൻ്റെ ആയുസ്സനുസരിച്ച് എത്രയോ പെന്തിക്കോസ് പെരുന്നാളുകൾ നാം അവിടെ സംബന്ധിക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്തവരായിരിക്കും. ഏത് സഭയായാലും പെന്തിക്കോസ് പെരുന്നാൾ അതിൻ്റേതായ വ്യത്യസ്തമായ രീതിയിൽ അന്ന് വ്യത്യസ്തമായ ശുശ്രൂഷകളും പ്രാർത്ഥനകളുമൊക്കെ ഒരുക്കുകയും അതിൽ കഴിയുന്നത്ര ജനതകൾ കടന്നു വന്ന് സംബന്ധിക്കാൻ പരിശ്രമിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നാം പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ പെന്തിക്കോസ് പെരുന്നാളിൻ്റെ ആ ഒരുക്കം ആരംഭിക്കുന്നത് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തോടും അതിനു മുൻപ് കർത്താവിൻ്റെ ക്രൂശുമരണത്തോടൊക്കെയാണ്. നാം പലപ്പോഴും ക്രൂശുമരണത്തിൻ്റെ ശുശ്രൂഷകളിൽ സംബന്ധിക്കുകയും അത് കഴിഞ്ഞ് പലപ്പോഴും നമുക്ക് അത് കഴിഞ്ഞുള്ള പല ശുശ്രൂഷകളിലും സംബന്ധിക്കുവാൻ കഴിയാത്ത അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംജാതമാകാറുണ്ട്. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കർത്താവ് ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്ന് മനുഷ്യപുത്രനായി ജീവിച്ച് നമുക്ക് വേണ്ടി കഷ്ടങ്ങളും ത്യാഗങ്ങളും ഒക്കെ സഹിക്കുകയും വഹിക്കുകയും ചെയ്തത് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പെന്തക്കോസ്ത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവമാക്കത്തക്കോണുള്ള ഒരു മുഖാന്തരം ഒരുക്കുവാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ മറ്റെല്ലാ ദിവസത്തെക്കാട്ടി ഒരു പ്രധാന ദിവസമാണ് പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസം. ഒരു ക്രൈസ്തവ സമൂഹത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ഒരു ക്രിസ്ത്യാനി ആകുകയില്ല. വെള്ളത്താൽ നാം സ്നാനപ്പെട്ടതുകൊണ്ട് മാത്രം ഒരു ക്രിസ്ത്യാനി ആകുകയില്ല. ക്രിസ്ത്യാനിയുടെ ആ പൂർണ്ണതയിൽ നാം കടന്നു വരണമെങ്കിൽ ആത്മാവിൻ്റെ അഭിഷേകവും നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ആവശ്യമാണ്. നാം അതിനായി എത്രമാത്രം ഒരുക്കപ്പെടുന്നെന്നൊന്ന് നോക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ കഷ്ടാനുവാഴ്ച കഴിഞ്ഞ് മറ്റ് ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ പെന്തക്കോസ്ത് പെരുന്നാളിലേക്ക് കാത്തിരിപ്പ് ഉണ്ടോയെന്നൊന്ന് നോക്കണം. അതിനായി ഒരുക്കപ്പെട്ടാണോ നാം ഈ ദേവാലയങ്ങളിലും പ്രാർത്ഥനാ ശുശ്രൂഷകളിലുമൊക്കെ സംബന്ധിക്കുന്നതെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദേവാലയ ശുശ്രൂഷകളിൽ അന്ന് പെന്തക്കോസ്ത് ദിവസമാണെന്ന് പറഞ്ഞ് നാം കടന്നു ചെന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്രകാരം ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ കഴിയുമോ എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. കാരണം ഇവിടെ നാം നോക്കുമ്പോൾ കർത്താവ് അവരോട് കൽപ്പിച്ചതുപോലെ അവർ യെരുശലേം പട്ടണത്തിൽ പിന്നെ കാത്തിരിക്കുകയായിരുന്നു. സ്വർഗാരോഹണം കഴിഞ്ഞ് സ്വർഗാരോഹണത്തിൻ്റെ കർത്താവ് അവരോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് അവരതിനായി കാത്തിരിക്കുകയായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 2:1 നാം വായിക്കുമ്പോൾ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അവരോട് സ്വർഗാരോഹണത്തിന് മുമ്പ് പറഞ്ഞ കാര്യമാണത്. അപ്രകാരം അവർ ഉൾക്കൊള്ളുകയും ആ ദിവസം അവരൊരുമിച്ച് ഒരേ സ്ഥലത്ത് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടി അവർ ഒരുക്കപ്പെടുന്നൊരവസ്ഥ നാം അപ്പോസ്തലപ്രവൃത്തി 1:7-8 വായിക്കുകയാണെങ്കിൽ, അവൻ അവരോട്,
അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ നിശ്ചയിച്ചിട്ടുള്ള കാലങ്ങളോ സമയങ്ങളോ നിങ്ങൾ അറിയേണ്ടതില്ല. നിങ്ങൾ അറിയേണ്ടതില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവ് ശിഷ്യന്മാര് അങ്ങയുടെ രാജ്യത്വം എന്നിവിടെ സ്ഥാപിക്കുമെന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു മറുപടിയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇത് പറയുന്നത്. അതായത് പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ നിശ്ചയിച്ചിട്ട കാലങ്ങളോ സമയങ്ങളോ നിങ്ങൾ അറിയേണ്ടതില്ല. കർത്താവിൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെടുന്നത് ഏത് സമയത്താണോ എന്നോ ആണെന്നൊന്നും, അതായത് ശരിക്കും പറഞ്ഞാൽ കിങ്ഡം ഓഫ് ഹെവൻ അത് എന്നായിരിക്കുമെന്നൊന്നും അവിടെ വ്യക്തമായി കർത്താവ് പറയുന്നില്ല. കാരണം അത് കർത്താവല്ല, തൻ്റെ പിതാവിൻ്റെ അധികാര പരിധിയിലുള്ളൊരു കാര്യമായിട്ടാണ് അവിടെ വ്യക്തമാക്കുന്നത്. എങ്കിലോ കർത്താവിൻ്റെ അധികാര പരിധിയിലും പിതാവിനോട് യാചിച്ച് അവർക്ക് നൽകുവാൻ കഴിയുന്നൊരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ആവാസം. പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ അവരനുഭവമാക്കുമ്പോൾ അവിടെ വ്യക്തമായി പറയുന്ന കാര്യമാണ്, യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. യഥാർത്ഥത്തിൽ നാം പെന്തക്കോസ്ത് പെരുന്നാളിനായി കാത്തിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തോട് നാം അടുത്തു വരുമ്പോൾ, അല്ലെങ്കിൽ അത് അനുഭവമാക്കുമ്പോൾ നാം അതിനൊത്തവണ്ണം പിന്നെ ജീവിക്കുവാൻ പഠിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനമാണോ എന്നൊന്ന് ചിന്തിക്കണം. എൻ്റെ വ്യക്തിഗത ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി അല്ല പരിശുദ്ധാത്മാവ് അതിൻ്റെ ആവാസം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് നൽകുന്നത്. കാര്യസ്ഥനായി നമ്മോടൊപ്പം വസിക്കുന്ന പരിശുദ്ധാത്മാവ് തിന്മകളെ മാത്രം ബോധ്യപ്പെടുത്തുകയല്ല, പാപസ്വഭാവങ്ങളിൽ നിന്ന് അതിജീവിക്കുവാനുള്ള ഒരു ആഹ്വാനം മാത്രമല്ല, എങ്കിലോ എൻ്റെ കർത്താവിനോടൊപ്പം ഈ ജീവിതയാത്രയിൽ ഏത് പ്രതിസന്ധി മേഖലകളിലും അതിജീവിക്കത്തക്കണം എന്നെ ശക്തനാക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നാം കടന്നു വരണം. ആ കർത്താവിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യസ്ഥനായി നമ്മോടൊപ്പം വസിക്കുമ്പോൾ ആ കാര്യസ്ഥൻ നമ്മെ എപ്പോഴും ഉദ്ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിന് മഹത്വപ്പെടുത്തത്തക്കണ്ണുള്ളൊരു ജീവിത ശൈലിയിലേക്ക് നാം വളരണം. അതെത്രമാത്രം നമുക്ക് കഴിയുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. പിന്നൊരു കാര്യം, ഇത് യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൽ യോയേൽ പ്രവചനത്തിൽ പറയുന്ന കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 16 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ, അതിൻ്റെ ചില വാക്യങ്ങൾ പറയുന്നത്. അതായത് യോയേൽ പ്രവചനത്തിൽ 2-ാം അധ്യായത്തിൽ 27 തൊട്ട് 32 വരെയുള്ള വാക്യത്തിൻ്റെ യഥാർത്ഥമായ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 16 തൊട്ട് 21 വരെ പറയുന്നത്. എങ്കിലോ നമുക്ക് ഈ സമയത്ത് 16 തൊട്ട് 18 വരെയുള്ള വാക്യം വായിക്കാം. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചത് അത്രേ. ദൈവം അരുളി ചെയ്യുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല മനുഷ്യരുടെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസീദാസന്മാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഇത് യഥാർത്ഥത്തിൽ യോവേൽ പ്രവാചകൻ അവിടെ മുൻകൂട്ടി പറയുന്നൊരു കാര്യമാണ്. അതായത് അനുഗ്രഹങ്ങളെ, അതായത് ഒരു മാനസാന്തരത്തിൽ നിന്ന് നിങ്ങൾ അനുഗ്രഹത്തെ നിങ്ങളുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് ദൈവത്തോടടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുവാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയാണ്. ഇവിടെയും കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ നാം നോക്കുമ്പോൾ നാം മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന് കർത്താവുമായിട്ടൊരു പുതിയ ബന്ധത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെയാണ് ഈ സാന്നിധ്യം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് അനുഭവമാക്കുവാൻ കഴിയുന്നത്. ഇത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്, അന്ത്യകാലത്ത് ഞാൻ സകല മനുഷ്യരുടെ മേലും എൻ്റെ ആത്മാവിനെ പകരും.
നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനം ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അവിടെ നാം നോക്കുമ്പോൾ ഒരു വിധമായ ഒരു വേർവ്യത്യാസമില്ലാത്ത പ്രവർത്തനം. കാരണം അത് കഴിഞ്ഞ് ദാസന്മാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഒരു വേർവൃത്യമില്ലാതെ ഈ ഭൂമുഖത്ത് കർത്താവിനെ സ്വീകരിക്കുകയും കർത്താവിനെ തേടുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് നൽകാൻ പോകുന്ന ഒരു പ്രവർത്തനമാണ് ആത്മാവിൻ്റെ നൽവരങ്ങൾ. പക്ഷെ ഇന്ന് നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നാം ക്രൈസ്തവ ലോകത്തിൽ ഇന്ന് ജീവിക്കുമ്പോൾ നാം വ്യത്യസ്തമായ സഭകളിലും ശുശ്രൂഷകളിലും ഒക്കെ കടന്നു പോകുന്നവരാണെങ്കിൽ പോലും ഇന്ന് ആ ഐക്യമത്യം നമ്മുടെ മധ്യത്തിലുണ്ടോ? ഒരു കൂട്ടായ പ്രവർത്തനത്തിനായി നാം പ്രവർത്തിക്കുന്നുണ്ടോ? നാം ഒരുമിച്ച് കർത്താവിൻ്റെ ഈ വലിയ ഒരു കാര്യത്തിനായി കാത്തിരിപ്പിനായി നാം ഒരുക്കപ്പെട്ടവരാണ്. നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം ദേവാലയങ്ങളിൽ കടന്നു പോകുന്നവരാണ്. നാം വിശുദ്ധ മേശകളിൽ സംബന്ധിക്കുന്നവരാണ്. കഴിയുന്നത്രയും വ്യത്യസ്തമായ മറ്റ് നമ്മുടെ സഭകളിലും ശുശ്രൂഷകളിലുമുള്ള പ്രവർത്തനങ്ങളിലൊക്കെ കൈത്താങ്ങ് നൽകുകയും പ്രവർത്തിക്കുന്നവരുമാണ്. പക്ഷേ അവയൊക്കെ നാം ഒന്ന് നോക്കുകയാണെങ്കിൽ അവിടെ നാം എത്രമാത്രം ദൈവത്തിന് മഹത്വം കൊടുക്കത്തക്കവണ്ണമുള്ളൊരു പ്രവർത്തനമുണ്ടെന്നൊന്ന് ചിന്തിക്കണം. ദൈവം നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നത് അതാണ്. എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് അന്ധകാര ജീവിത ശൈലിയിൽ കടന്നു പോകുന്ന അനേകരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രകാശം എത്തിക്കുവാൻ വേണ്ടിയാണ്. നാം അപ്രകാരം കർത്താവിൻ്റെ പ്രകാശ ഗോപുരമായി മാറിത്തീരണം. ആ കർത്താവിൻ്റെ പ്രകാശ ഗോപുരമായി മാറണമെങ്കിൽ അതിൻ്റെ ആരംഭമാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച ഒരു വ്യക്തിയെ കാണുമ്പോൾ, അവരുടെ മുഖതേജസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളുണ്ട്. ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളുണ്ടെന്ന് നാം മനസ്സിലാക്കുവാൻ കഴിയും. അപ്രകാരമാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? നാം ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് യഥാർത്ഥമായൊരു ക്രിസ്ത്യാനിയായി തീരുകയില്ല. യഥാർത്ഥമായ ക്രിസ്ത്യാനിയായി തീരണമെങ്കിൽ, അതായത് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കർത്താവിൻ്റെ അനുയായികളാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ ഉണ്ടായിരിക്കണം. ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് അനുഭവമാക്കത്തക്കോണം ഇടയാക്കണം. നാം അപ്രകാരം നമ്മളെ തന്നെ ഒരുക്കുന്നുണ്ടോ? ആ ഒരുക്ക പ്രാർത്ഥനയുടെ ആണോ നാം ഈ ദിവസങ്ങളിൽ കടന്നു വരുന്ന ഈ ദിവസത്തിൽ, അതായത് പെന്തക്കോസ്ത് പെരുന്നാളിനായി നാം ഒരുങ്ങുന്നത്? അങ്ങനെ ഒരുങ്ങുകയാണെങ്കിൽ, അങ്ങനെ ഒരുക്കപ്പെട്ട് കടന്നു വരികയാണെങ്കിൽ, ഒരു മനസ്സോടെ പ്രാർത്ഥിച്ച് അവിടെ നാം ഒരുക്കപ്പെട്ട് കടന്നു വരികയാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ഇവിടെ വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിനു മുൻപ് അപ്പോസ്തലപ്രവൃത്തി 2:21 ഇപ്രകാരമാണ് പറയുന്നത്: എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ രക്ഷയ്ക്ക് മുഖാന്തരം യഹോവ അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ മാത്രമേ കഴിയുകയുള്ളൂ. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ യഹോവയുടെ സന്നിധിയിൽ ആ രക്ഷ പ്രാപിച്ച് നിത്യജീവനിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയുകയുള്ളൂ. ഇന്നത്തെ കാലയളവിൻ്റെ ഒരു വിളിയാണ് അപ്രകാരം ഒരുക്കപ്പെടുക എന്ന് പറയുമ്പോൾ. ഇന്ന് നാം ലോകത്തിൽ ചുറ്റുപാടും നോക്കുമ്പോൾ വേദനകളുടെയും പ്രയാസങ്ങളുടെയും നെടുവീർപ്പിൻ്റെയും യുദ്ധത്തിൻ്റെയും ക്ഷാമത്തിൻ്റെയും അങ്ങനെ വ്യത്യസ്തമായ പ്രതിസന്ധികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവും, എന്തിന് നമ്മുടെ മറ്റു പല പ്രയാസങ്ങൾ, ഭൂകമ്പങ്ങൾ, വെള്ളപ്പൊക്കം, അങ്ങനെ അനേകമായ കാര്യങ്ങളുടെ മുമ്പിൽ ഇന്ന് ലോകം കടന്നു പോകുമ്പോൾ അവയൊക്കെ കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ ആരംഭമെന്ന് കുറിക്കുന്ന നാളുകളെന്ന് പറയുമ്പോൾ നാം ഈ ദിവസങ്ങളിൽ യഥാർത്ഥമായി കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസങ്ങളായി മാറണം. കർത്താവിനെ ഒരുക്കപ്പെടുന്ന ദിവസങ്ങളായി മാറണം. കർത്താവ് എന്ന് വരുമെന്ന് നമുക്ക് ആർക്കും പറയുവാൻ കഴിയുകയില്ല. ആ വരുന്ന നാളുകളിൽ നാം ആ 10 കന്യകന്മാരിൽ 5 കന്യകമാരെ പോലെ ഒരുക്കപ്പെട്ട അവസ്ഥയിലാണോ? ആ നമ്മുടെ വിളക്കിൽ വേണ്ടത്ര എണ്ണയുണ്ടോ? നാം യഥാർത്ഥമായി ശുഭ്രവസ്ത്രധാരികളായെന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പാപ സ്വഭാവങ്ങൾ അതിജീവിച്ച് കർത്താവിൻ്റെ നന്മകളിൽ ജീവിക്കുന്നവരും കർത്താവിൻ്റെ കൃപകളിൽ ജീവിക്കുന്നവരും കർത്താവിനെ യഥാർത്ഥമായി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു ജീവിത പാതയിലാണോ നാം ജീവിക്കുന്നതെന്നൊന്ന് ചിന്തിക്കണം.
അപ്രകാരം നാം ജീവിക്കുന്നില്ലെങ്കിൽ അതിനൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. ആ മാറ്റം തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി തീരുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ മറഞ്ഞു കിടക്കുന്ന പാപ സ്വഭാവങ്ങളും ബലഹീനതകളും നമ്മെ ബോധ്യമാക്കും. കാരണം പാപ സ്വഭാവങ്ങൾ ബോധ്യമാക്കി അതിൽ നിന്ന് വിടുവിക്കത്തക്കോണം കഴിയുന്ന ഒരു ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പക്ഷെ അതിനായി നാം ഒരുക്കപ്പെടണം, അതിനെ സ്വീകരിക്കത്തക്കവണ്ണം നാം ഒരുക്കപ്പെടണം. ഞാൻ മുൻപോട്ട് വായിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി 1:14 ഇപ്രകാരമാണ് പറയുന്നത്: അവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരു മനസ്സോടെ നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. അവരെല്ലാവരും എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാരെല്ലാവരും, അതിനപ്പുറേ മറ്റു സ്ത്രീകളും യേശുവിൻ്റെ അമ്മയായ മറിയവും അവരുടെ സഹോദരൻ എല്ലാം ഒരു മനസ്സോടെ ഉള്ള ജീവിതത്തിൽ കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ അയക്കുവാൻ പോകുന്ന കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. അത് നിങ്ങളുടെ മേൽ വരുമ്പോൾ നാം വലിയ സാക്ഷികളായി തീരുമെന്നാണ് പറയുന്നത്. ഇന്ന് ക്രൈസ്തവ സമൂഹത്തിലെ സാക്ഷ്യങ്ങൾക്ക് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് കുറവ് വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ചലനാത്മാവായ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതെപ്പോഴും നമ്മെ ഒന്നു മാത്രമേ ബോധ്യപ്പെടുത്തത്തുള്ളൂ. എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കുക, കർത്താവിന് മഹത്വം കൊടുക്കുക, മറ്റുള്ളവരുടെ ജീവിതത്തിൽ കർത്താവിനെ കാണിച്ചു കൊടുക്കുക. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. മറ്റ് ആദര ശുശ്രൂഷകളൊക്കെ അതിൻ്റെ ഒരു അംശം മാത്രമാണ്. പക്ഷേ യഥാർത്ഥമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ അറ്റത്തോളം തൻ്റെ സാക്ഷികളെ അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കുവാനാണ്. ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ കടന്നു പോകുന്നൊരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. ഏത് ദേശത്തും ഏത് രാജ്യത്തും നോക്കുമ്പോൾ അവിടെയൊക്കെ പ്രതിസന്ധികളുടെ മുമ്പിലാണ് ഇന്ന് ക്രൈസ്തവ സമൂഹമായിരിക്കുന്നത്. പക്ഷേ ഞാനും നിങ്ങളും ആ പ്രതിസന്ധികളെ തരണം ചെയ്യണമെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം: പരിശുദ്ധാത്മാവിന് മാത്രമേ അതിനെ തരണം ചെയ്യുവാൻ നമ്മെ ശക്തനാക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 2:2-4 വരെ വായിക്കുമ്പോൾ, പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അത് അവർ ഇരുന്ന വീട് മുഴുവനും നിറഞ്ഞു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അത് അവരിൽ ഓരോരുത്തരുടെയും മേൽ ആവസിച്ചു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇവിടെ ഒരു 2-3 വ്യത്യസ്തമായ കാര്യങ്ങളാണ് നാം മനസ്സിലാക്കുന്നത്. ആദ്യം, ഒരു കൊടുങ്കാറ്റ് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായെന്നാണ് പറയുന്നത്. അവരിരുന്ന വീട് മുഴുവൻ അത് നിറഞ്ഞെന്ന്. കൊടുങ്കാറ്റ് വീട് മുഴുവൻ നിറയുന്ന ഒരവസ്ഥ. പിന്നെ പറയുന്നത്, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അത് അവരിൽ ഓരോരുത്തരുടെ മേൽ ആവസിച്ചു. മൂന്നാമതോ, പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇന്ന് പലപ്പോഴും നാം കേൾക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ അന്യഭാഷ. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം. അന്ന് അവിടെ യഥാർത്ഥത്തിൽ പാസ് ഓവർ ഫെസ്റ്റിവലിൻ്റെ ഇതിലായി വലിയൊരു ജനക്കൂട്ടം വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്ന് തിങ്ങി പാർത്ത് ആയിരിക്കുന്നൊരു സമയത്താണ് ഈ പരിശുദ്ധാത്മാവിന് അല്ലെങ്കിൽ പെന്തക്കോസ്തി പെരുന്നാൾ വന്നിരിക്കുന്നത്. അവിടെ വ്യത്യസ്തമായ ഭാഷകളിലും രാജ്യങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. പക്ഷേ ഇവിടെ നാം നോക്കുമ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആ അപ്പോസ്തലന്മാരോ ശിഷ്യന്മാരോ മറ്റവരോ അവർ ആ ഗലീല പ്രദേശത്തും അതിന് ചുറ്റുമുള്ള ദേശത്തുള്ളവരാണ്. അവരുടെ ഭാഷ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ കർത്താവിനെ സാക്ഷീകരിക്കത്തക്കവണ്ണം മറ്റുള്ളവരോട് സംസാരിക്കണമെങ്കിൽ അവർക്ക് ആ ഭാഷാവരത്തിൻ്റെ ഒരു അംശമാണ് നൽകുന്നത്. ഈ അന്യഭാഷ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ഭാഷയല്ലാതെ വേറൊരു ഭാഷ പറയാൻ കഴിയത്തക്കോണം ദൈവം എന്നെ ശക്തനാക്കുമ്പോൾ ഞാൻ പറയുന്ന ഭാഷ കേൾക്കുന്നവർക്ക് മനസ്സിലാകത്തക്കോണം ഇടയാക്കുകയാണെങ്കിലാണ് യഥാർത്ഥത്തിൽ അതൊരു
നാം അന്യഭാഷയിൽ സംസാരിക്കുന്നെന്ന് പറയുവാനിടയാകുന്നത്. മറ്റ് എന്തെങ്കിലും പറയുമ്പോൾ അത് കേൾക്കുന്നവർക്കോ അല്ലെങ്കിൽ പറയുന്നവർക്കോ അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ ശബ്ദമാകുവാൻ കഴിയില്ല. പ്രിയ സഹോദര, ദൈവത്തിൻ്റെ ശബ്ദം എപ്പോഴും താൻ ആഗ്രഹിക്കുന്ന ദൈവജനത്തിന് മനസ്സിലാക്കുന്ന ഭാഷയിലും മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ ദൈവം അത് വ്യക്തമാക്കുകയുള്ളൂ. കാരണം ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുമ്പോൾ അത് ആ ജനം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തിലൊരു മാറ്റം വരുത്തുവാൻ വേണ്ടിയാണ് ദൈവം എപ്പോഴും ജനത്തോട് സംസാരിക്കുന്നത്. അല്ലാതെ അവർക്ക് മനസ്സിലാക്കാത്തൊരു ഭാഷയിൽ സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജനം പറയും, ഇത് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ വ്യക്തമായി പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ പ്രത്യക്ഷത്തിൽ കാണത്തക്കോണം, ആത്മാവിൽ അനുഭവമാക്കത്തക്കോണമാണ് അവിടെ പ്രവർത്തിച്ചിരിക്കുന്നത്. കേൾക്കുവാനും കാണുവാനും അനുഭവമാക്കുവാനും കഴിയുന്ന സാഹചര്യം. ഒരു മുഴക്കത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ വരവിനെ നാം കേൾക്കുവാനിടയായെങ്കിൽ, അഗ്നിനാവുകളാൽ അത് കാണുവാനിടയായെങ്കിൽ, ആ പ്രവർത്തനത്തിൻ്റെ വലിയൊരു കാര്യമാണ് അവർ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ ഇടയാകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നാം ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ആയിക്കൊള്ളട്ടെ. ചിലപ്പോൾ നാം പറയും, നമുക്ക് ദൈവവേലയിൽ ഒരു പ്രവർത്തനമില്ല, ഞാനൊരു ദേവാലയത്തിലോ അല്ലെങ്കിൽ ശുശ്രൂഷയിൽ പങ്കുചേരുന്നൊരു വ്യക്തി മാത്രമാണ്. നാം ഒരു പങ്കുചേരുന്ന വ്യക്തിയാണെങ്കിൽ പോലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലയളവാണ്. കാരണം ദൈവത്തിനെ മഹത്വീകരിക്കത്തക്കണം, ജീവിക്കുന്ന കർത്താവിനെ അനേകർക്ക് കാണിച്ചു കൊടുക്കത്തക്കണം, ഇന്നും പ്രവർത്തിക്കുന്ന കർത്താവ്, ഇന്നും ജീവിക്കുന്ന കർത്താവാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉപനിധി എന്ന് പറയത്തക്കണം നാം സാക്ഷ്യത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിൻ്റെ ആവശ്യമുണ്ട്. മുമ്പോട്ട് വായിക്കട്ടെ, അപ്പോസ്തലപ്രവൃത്തി 2:6-8 വരെ വായിക്കുമ്പോൾ, ഈ മുഴക്കമുണ്ടായപ്പോൾ ജനക്കൂട്ടം വന്നുകൂടി ഓരോരുത്തരും അവനവന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും വിസ്മയത്തോടും ആശ്ചര്യത്തോടും കൂടെ ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ എങ്കിൽ നാം ഓരോരുത്തരുടെയും നമ്മുടെ മാതൃഭാഷയിൽ ഇവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം. ഇതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം. നമ്മെ കാണുന്നവർ അവരുടെ ജീവിതത്തിൽ ഒരു ചോദ്യചിഹ്നം വരും. ഇവർ യഥാർത്ഥത്തിൽ ഇവരല്ലായിരുന്നു, എങ്ങനെയാണ് ഇവരിപ്പോൾ ഇങ്ങനെ ആയിത്തീർന്നത്? നമ്മുടെ ഭാഷയായിരിക്കും, നമ്മുടെ സംസാരമായിരിക്കും, നമ്മുടെ പ്രവർത്തനമായിരിക്കും. ഇവയൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥമായ സാക്ഷ്യം. അതുണ്ടോ എൻ്റെ ജീവിതത്തിൽ? ഒരു പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിന് വേണ്ടി തുള്ളിച്ചാടുന്നതല്ല പ്രിയ സഹോദര സഹോദരി. അനേകമായ സ്തോത്രസ്തുതികൾ ആ സമയത്ത് പറയുന്നതല്ല പ്രിയ സഹോദര സഹോദരി. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായൊരു മാറ്റത്തിൻ്റെ ആരംഭം കുറിക്കും. അവിടെയാണ് പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് കാണുവാൻ ഇടയാക്കുന്നത്. എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് ആവശ്യമായിരിക്കുന്നത് അതുതന്നെയാണ്. ഈ പെന്തക്കോസ്ത് പെരുന്നാളിൽ നമുക്ക് ഒരുക്കപ്പെട്ട് ദൈവസന്നിധിയിലൊന്ന് കടന്നുപോയി, കർത്താവേ നിൻ്റെ പരിശുദ്ധാത്മാവ് ആളത്വത്തിൽ അനുഭവമാക്കത്തക്കോണം. അന്ന് പെന്തക്കോസ്ത് പെരുന്നാൾ നാളിൽ അപ്പോസ്തല പിതാക്കന്മാർക്ക് കേൾവിയാലും കാണുവാനും ഇടയാക്കിയ, ദർശനത്താലും ഇടയാക്കിയ ആ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിലൊന്ന് അനുഭവമാക്കുവാൻ നാം ആയിരിക്കുന്ന ദേവാലയങ്ങളായിരിക്കും, ശുശ്രൂഷകളിലായിരിക്കും ഒരുമിച്ച് കടന്നുകൂടി ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ മധ്യേ കടന്നു വരുമെന്ന് നമുക്ക് വിശ്വാസം വേണം. ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ കഴിയുമെന്നൊരു വിശ്വാസം വേണം. മുമ്പോട്ട് വായിക്കട്ടെ, അപ്പോസ്തലപ്രവൃത്തി 2:12-13 വായിക്കുമ്പോൾ, എല്ലാവരും വിസ്മയിച്ച് പരിഭ്രാന്തിയോടെ എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് പരസ്പരം ചോദിച്ചു. അവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. ഇത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ അനുഭവം പ്രിയ സഹോദരർ. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തോടെ നാം ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ മറ്റുള്ളവർ ഇപ്രകാരമുള്ള പല കാര്യങ്ങൾ പറയുവാനിടയാകും, പരിഹസിക്കുവാനിടയാകും. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ നാം
ഉറച്ചു നിന്ന് എന്നെ വഴി നടത്തുന്ന എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം, എന്നെ വഴി നടത്തുന്ന എൻ്റെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ്റെ സാന്നിധ്യം, എല്ലാ പ്രതിസന്ധികളുടെ മധ്യത്തിലും ഞാൻ ഉറപ്പും ധൈര്യത്തോടെ എൻ്റെ കർത്താവിനെ സാക്ഷിക്കുമെന്ന് പറയുവാൻ കഴിയുമെങ്കിൽ ഇന്ന് ക്രൈസ്തവ സമൂഹത്തെ തകർക്കുവാൻ നോക്കുന്ന പ്രതിയോഗിയുടെ എല്ലാ തന്ത്രങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആദ്യകാലം പോലെ അനേകരെ സാക്ഷീകരിച്ച് അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയും. അതിനായി ഈ കടന്നു വരുന്ന പെന്തക്കോസ്ത് പെരുന്നാൾ നമ്മളെ ബലപ്പെടുത്തി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ വാത്സല്യമായ സ്വർഗ്ഗസ്നാഥ, അങ്ങയുടെ മഹാകരുണയിലും കൃപയിലും ഒരു പെന്തക്കോസ്ത് പെരുന്നാളിനായി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ കർത്താവെ, യഥാർത്ഥമായ പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ അനുഭവം ഞങ്ങൾക്ക് അനുഭവമാക്കത്തക്കോണം അവിടുന്ന് അടിയങ്ങളായിരിക്കുന്ന ശുശ്രൂഷകളിലും ദേവാലയങ്ങളിലും പ്രാർത്ഥനാ കൂട്ടങ്ങളിലും അങ്ങയുടെ പരിശുദ്ധാത്മാവ് കർത്താവെ ഞങ്ങൾക്ക് യഥാർത്ഥമായ അനുഭവമാക്കി ഞങ്ങൾ പുതു സൃഷ്ടികളായി പുതിയ അനുഭവത്തോടെ അനേകരോട് സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കുറവുകളും ഞങ്ങളെ ബലഹീനം ഞങ്ങളോട് ക്ഷമിച്ചു കർത്താവെ, വ്യക്തമായി നിനക്ക് നിൻ്റെ പരിശുദ്ധാത്മാവിനെ കാത്തിരിപ്പോടെ നിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.